ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ ശാലിനിക്കെതിരെയുള്ള കരുനീക്കത്തിൽ സത്യഭാമയ്ക്ക് ശക്തി പകർന്നു കൊടുക്കാൻ ചന്ദ്രബോസിൻ്റെ എൻട്രിയും കൂടെയാണ് കേട്ടോ ഏറ്റവും വലിയ ഹൈല്. അത് കൂടാതെ തന്നെ നമ്മുടെ ശാലിനി സത്യഭാമയുടെ മുഖത്തൊക്കെ ഒരു ഡയലോഗ് കാച്ചുന്നുണ്ട്. സത്യം നിങ്ങളുടെ മനസ്സിൽ കരിങ്കല്ല് കൊണ്ട് വല്ല ഉണ്ടാക്കിയിരിക്കുമെന്നോ? നിങ്ങൾക്കല്ലാതെ ഒരു മനുഷ്യന് ഈ ഒരു സാഹചര്യം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല എന്ന് സത്യഭാമയുടെ മുഖത്ത് അടിച്ച പോലെ ശാലിനിയുടെ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നോ, അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും കമൻസ് ഷെയർ ലൈക്സിന് ആരും മറക്കണ്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ എത്ര ഷോർട്ടാക്കാൻ പറ്റുമോ അത്ര ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും റിവ്യൂ കേൾക്കും. അപ്പം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന കാര്യം സത്യഭാമയുടെ സെയിം പല്ലവിന് പപ്പി മോളെ ഇവിടെ ശാലിനി മനഃപൂർവ്വം വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണം മുടക്കാനായി തന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ഇതിൻ്റെ അകത്തുണ്ട് ഇന്ന് നിൻ്റെ കൈ വിലങ്ങ് വെച്ചിട്ട് പോകുക. അതായത് ശാലിനി അറസ്റ്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ തൻ്റെ ഹൃദയത്തിലുള്ളൂ എന്നുള്ള കാര്യം പറയാതെ ഒരു 100 വട്ടം സത്യഭാമ ആവർത്തിച്ച് പറയും. പക്ഷേ വിഷ്ണു പറയുന്നത് അമ്മ അവർ ഇത്ര തറപ്പിച്ച് പറയുന്നില്ലേ ഇവിടെ പപ്പി മോൾ ഇല്ല എന്ന്, പിന്നെ എന്തിനാ അമ്മ ഇതേ വാശിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യഭാമ വിഷ്ണുവിനെതിരെ തിരിഞ്ഞിട്ട് എടാ നിനക്കൊന്നും അറിയത്തില്ല, ഇവൾമാർ മനഃപൂർവ്വം നിൻ്റെ കല്യാണം മുടക്കാനായി തന്നെ പപ്പി മോളെ മനഃപൂർവ്വം പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലാതെ അവൾ എവിടെ പോവാനാ എന്നൊക്കെ സത്യഭാമ തുടങ്ങുന്നത്. നമ്മുടെ ശാരദാം പറയുന്നുണ്ട്, വിവരപൂർവ്വം പറയുന്ന ഒറ്റൊരു കാര്യം, സത്യഭാമ നമ്മൾ ഇവിടെ കിടന്ന് പോരടിക്കല്ലേ വേണ്ടി, ഈ സമയം നമ്മൾ പാഴാക്കി കളയുന്ന ഈ സമയത്ത് പപ്പിമോളെ അന്വേഷിച്ച് നമ്മൾ ഓരോ ദിക്കിൽ ഇറങ്ങേണ്ടതാണ് ആവശ്യം എന്ന് പറയുമ്പോൾ സത്യം പറയുന്നത് ഓ ശാരദാമ്മയുടെ വക ഭാവാഭിനയൊന്നും വേണ്ട, നിങ്ങളെല്ലാവരും അമ്മയും മോളൊക്കെ നല്ല പഠിച്ച അഭിനേതാക്കളാന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ശ്യാമയുടെ കാര്യം കൂടെ വെച്ചിട്ടാണ് ആ ഒരു ഡയലോഗ് കേട്ടോ. പിന്നെ ശാരദാമ്മയ്ക്ക് ഒന്നും പറയാനില്ല, കാരണം പോത്തിട്ട് ചെയ്ത് വേദോതിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എല്ലാവരും വേണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എടാ നീ ഇവിടെ നിൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഇറങ്ങി പോകാൻ നോക്കും, ഞാൻ തറപ്പിച്ച് പറയുന്നുണ്ട് ഈ വീട്ടിൻ്റെ അകത്ത് കയറി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് ഗോപാലകൃഷ്ണൻ്റെ വക ഭയങ്കര ഭീഷണിയായിട്ട് നിൽക്കുമ്പോൾ ലാസ്റ്റ് ഷാനി ഗതി കേട്ട് ഷാനി മനസ്സിൽ ചിന്തിക്കുമോ, എന്നാൽ അമ്മ പറയുന്ന വാക്ക് കേട്ട് എന്നെ അവിശ്വസിച്ച് ഇവിടം വരെ വീട്ടിൽ വന്ന് പപ്പിമോളെ ഞാൻ തട്ടിക്കൊണ്ട് പോയെന്ന് വിഷ്ണുവായിട്ട് ചിന്തിച്ചല്ലോ. എനിക്ക് അതാണ് വളരെ സങ്കടം. കാരണം ഒന്നാമത് തന്നെ പപ്പിമോൾ ഞാൻ പ്രസവിച്ച എൻ്റെ മോളാണ്, അവളെ കാണുന്നില്ല എന്നുള്ളതിൻ്റെ അത്ര ടെൻഷനകത്ത് എൻ്റെ ഹൃദയം ഇരിക്കുന്ന സമയത്തിനകത്ത് അതെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചിട്ട് അവളെ അന്വേഷിച്ചിറങ്ങാനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് താങ്ങും തണലും തന്നെ വിഷ്ണുവേട്ടൻ പോലും എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നല്ലോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ചിന്തിട്ട് ഷാനി നേരെ ഒന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിക്കോ, വിഷ്ണുവേട്ടൻ വാ ഇതിൻ്റെ അകത്ത് കുഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ കയറി അന്വേഷിക്കും. അപ്പോഴത്തേക്ക് സത്യം പറയാം എടാ കയറല്ലേ, ഇത് അവളുടെ മറ്റൊരു കളക്ടർ ബുദ്ധിയുടെ അടവാണ്, നീ വീട് കയറി പരിശോധിച്ചു നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ഇവളുടെ, അതുകൊണ്ട് നീ കേരളം എന്ന് പറയുമ്പോൾ. പക്ഷേ വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്ത് ശാലിനിയോട് അവിടെ വീടിൻ്റെ വാതിൽപ്പടി വരെ കയറാൻ നിൽക്കുന്നത് ചന്ദ്രബോസിൻ്റെ പോലീസ് കാറിൻ്റെ എൻട്രിയാണ്. അപ്പോൾ ചന്ദ്രബോസ് വരുന്നതും സത്യഭാമ ചിന്തിക്കും ഇനി ഇവൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും, ശാലിനിക്കെതിരെയുള്ള കളിയല്ലേ, അവൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ലെന്ന് സത്യഭാമയുടെ കൂടെ ചന്ദ്രബോസ് നിൽക്കുമെന്നാണ് സത്യഭാമയുടെ ആദ്യ നിഗമനം. പക്ഷേ ചന്ദ്രബോസിനത് സാറ് കയറി അന്വേഷിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ചന്ദ്രബോസ് പറയുന്നത് ഞാനേ നിങ്ങളുടെ കാശ് മേടിച്ച് നിങ്ങളുടെ കീഴിൽ നിൽക്കുന്ന ജോലിക്കാരനല്ല, ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസാണ്, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ വൃത്തിക്ക് ചെയ്തോളാം, നിങ്ങൾ എന്നെ കയറി ഇങ്ങോട്ട് പഠിപ്പിക്കാനും ഭരിക്കാനൊന്നും വരണ്ടെന്ന് പറയുമ്പോൾ സത്യഭാമ വലിച്ചു പോയി നിൽക്കുവാണ്. അല്ല നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ ശാലിനി മാഡം തന്നെ കളക്ടർ തന്നെ തട്ടിക്കൊണ്ട് പോയി തോന്നാനുള്ള കാരണം എന്താ? കുഞ്ഞിൻ്റെ ഒരു ഫോൺ കോൾ വന്നിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ വന്നിരുന്നോ, പിന്നെ എന്ത് നിഗമനത്തിനകത്താണ് നിങ്ങൾ ഇങ്ങനെ എത്തിയത്? അപ്പം നമ്മുടെ വിഷ്ണു പറയുന്നത് അമ്മയുടെ തോന്നൽ കൊണ്ട് മാത്രമാണ്, ഞാൻ 1000 വട്ടം പറഞ്ഞ എവിടെ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അമ്മയുടെ മനസ്സിൽ, അങ്ങനെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതിനൊരു കാര്യം വേണമല്ലോ എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പം സത്യഭാമ പറയുന്നുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ കല്യാണം മുടക്കാൻ ഇവൾ പല ശ്രമം ഇതോടെ നടത്തി കഴിഞ്ഞു. അപ്പം കുഞ്ഞിനെ കാണാതെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ തിരക്കിൽ പോകുമ്പോൾ ഉറപ്പായിട്ട് കല്യാണം മുടങ്ങും, അത് തന്നെയാണ് ഇവളുടെ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും മാഡം ശാലിനി മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടാണ്, ആ പരാതി കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് കയറി അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് മാഡം എൻ്റെ കൂടെ സഹകരിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ ചന്ദ്രബോസ് ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് കയറി നോക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ കുട്ടിയെ ഞങ്ങൾ എന്തിനാ തട്ടിക്കൊണ്ടുപോകണേ, ഈ പറയുന്ന പപ്പി എന്ന് പറയുന്ന എൻ്റെ സ്വന്തം അനിയത്തിയുടെ മകളാണ്, ഞങ്ങൾക്ക് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് മാന്യമായി വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ പോലെ, ഞങ്ങൾ എന്തിനാ തട്ടിക്കൊണ്ട് പോകേണ്ടത്, അതൊന്നും എനിക്കറിയത്തില്ല മാഡം, ഒരു കംപ്ലയിൻറ്റ് കിട്ടിയ സ്ഥിതിക്കകത്ത് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് കമ്മീഷൻ്റെ കയ്യിൽ നിന്നുള്ള ഓർഡറും കൂടെ ഉണ്ട്. അപ്പോൾ ശാലിനി ഒരു കാര്യം പറയാം, കയറി നോക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കുട്ടിയെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്ന പക്ഷമാണെന്നുണ്ടെങ്കിൽ ഒറ്റൊരു കാര്യം ഓർത്തോണം ചന്ദ്രബോസെ, ഡിസ്ട്രിക്ട് കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ഞാൻ എന്നെ മാനസികമായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞ രീതിക്ക് തനിക്കെതിരെ എടുക്കുന്ന നടപടി പ്രത്യാഘാതം കൂടെ ചിന്തിച്ചിട്ട് വേണം എല്ലാ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രബോസ് ആയിക്കോട്ടെ എന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ സത്യം പറയുന്നു, സാറേ നിങ്ങൾ അവളോട് സംസാരിക്കുന്നത് നിങ്ങൾ അകത്തേക്ക് കയറി നോക്ക്, നിങ്ങളത് കമ്മീഷണർ പറഞ്ഞില്ലേ അകത്തേക്ക് കയറി നോക്കാൻ വേണ്ടി. അപ്പോൾ ചന്ദ്രബോസിനെ വീണ്ടും സത്യഭാമ ചോറിയുമ്പോൾ ചന്ദ്രബോസ് പറയാം എന്നാൽ പിന്നെ നിങ്ങൾ കമ്മീഷണർക്ക് നേരിട്ട് വന്നങ്ങ് നോക്കാൻ പറഞ്ഞാൽ പോലെ, പിന്നെ എന്തിനാ, എനിക്കറിയാം എൻ്റെ ഡ്യൂട്ടി കയറി എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യം, നിങ്ങൾ പറയുന്ന കേൾക്കേണ്ട വേലക്കാരനൊന്നും അല്ല ഞാൻ, അതുകൊണ്ട് ഞാൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് പോലീസാണ്, എനിക്ക് അതിനനുസരിച്ചുള്ള വിലയും തന്ന് മാത്രം എൻ്റെ അടുത്ത് നിൽക്കുന്നെങ്കിൽ നിന്നാൽ മതി. ചന്ദ്രബോസ് സത്യഭാമയുടെ വായിക്കിട്ടൊരു കൊട്ടു കൊടുക്കുവാണ്.
പിന്നെ അതിനുശേഷം വീണ്ടും എന്താണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്, ഇവിടെ വീട് കയറി മേയാൻ നിൽക്കാന്നെങ്കിലോ എൻ്റെ സ്വഭാവം മാറും എന്ന് നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയുമ്പോഴത്തേക്ക് ചന്ദ്രബോസ് പറയുന്നത്, അതെ ഒരവസരം കാത്തിരിക്കുന്നതിൻ്റെ മുന്നിൽ വീണ് കിട്ടിയ അവസരമാണ്, അതിൻ്റെ ഇടയ്ക്കകത്ത് കയറി വന്ന് മാന്യമായി പെരുമാറാൻ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചൊറിയാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ ഞാൻ പിന്നെ കയറി അങ്ങ് പോന്നു കളയാണ്, പിന്നെ ആരാൻ നോക്കത്തില്ല. താൻ എന്നെ എന്ത് ചെയ്യടോ, താൻ മൂക്കി കെട്ടുന്ന ശാലിൻ്റെ അച്ഛനെതിരെ ശാലിയുടെ മുന്നിൽ വെച്ച് തന്നെ എന്താണ് ഭയങ്കരമായിട്ട് അങ്ങ് വഴക്കൂടാൻ പോവുക. അപ്പം ശാലിനി എന്താണ് ചന്ദ്രബോസിനെ രൂക്ഷമായിട്ടങ്ങ് നോക്കുക. ഈ സമയത്ത് നമ്മുടെ വിഷ്ണുവിന് അത്രയ്ക്ക് കലിപ്പാണ്. എന്താവും സംഭവം എന്നൊരു കലിപ്പിനകത്ത് വിഷ്ണു എന്താണ് നോക്കുക, അമ്മ കാരണം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പം ശാലിനി എന്താണ് ചന്ദ്രബോസിനടുത്ത് ശാലിനി ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാം ഓർത്തിട്ട് വേണം ഇവിടെ കയറി മെയ്യുന്ന കാര്യമൊക്കെ, അല്ലാതെ ഞാനതിന് തടസ്സം നിൽക്കുന്നതിനെ പറയുമ്പോഴത്തേക്കും ചന്ദ്രബോസ് പറഞ്ഞു, പിന്നെ കളക്ടർ മാഡത്തിൻ്റെ കാര്യമാണ്, കളക്ടർ മാഡം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഡത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സർവ്വ പേപ്പറായിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് നേരെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, ഇന്ന് ഇവിടെ നിന്നെങ്ങാനും കുഞ്ഞിനെ കണ്ടെത്തിയ നിൻ്റെ ശാലിനിയുടെ കാര്യമുണ്ടല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, നമ്മൾ കാണാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യും, നമുക്ക് കാണാൻ പറയും. കാണാമെന്ന് പറഞ്ഞിട്ട് ടീമിൻ്റെ അടുത്ത് പറയുകയാണ് അകത്തേക്ക് കയറി ഫുൾ സെർച്ച് ചെയ്യാനായിട്ട് ഒരു മുക്കും മൂലയും പോലെ വിടാതെ എല്ലാം അടിച്ച് പറക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ എന്താണ് നമ്മുടെ സത്യമോൾ കൊണ്ടുവന്ന് ഒരു പരമ്പിൻ്റെ അടുത്ത് ഒളിച്ചു നിർത്തണം. പരമ്പ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പണ്ട് രോഹിത്ത് ഒളിച്ചിരുന്ന ഒരു പായ ഉണ്ടല്ലോ, ആ പായയുടെ അകത്ത് അതേ സംഭവം തന്നെ. അപ്പം പായയുടെ അകത്തല്ല പായയുടെ പുറത്ത് നിന്ന്. അപ്പം പപ്പിമോളെയും കൊണ്ട് ഓടുന്ന ആദ്യം ശാന്ത ചേച്ചി കണ്ടു. അപ്പോൾ ശാന്ത ചേച്ചി കണ്ടിട്ട് പുറത്തിറക്കുന്ന പ്രശ്നം കണ്ട് നേരെ ആ പായയുടെ അകത്തേക്ക് ഒളിപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അപ്പം ഇവർ പോലീസ് അകത്തും എല്ലായിടും ഭയങ്കര സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നഹാസ് എന്നതിൻ്റെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. അപ്പോൾ ആ വ്യക്തി അവിടെ നിന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശാന്ത ചേച്ചി പറയും, സത്യാമ മനഃപൂർവ്വം തന്നെ കൊച്ചിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കാൻ സാറേ, അല്ല ഈ കൊച്ച് എവിടെ പോകാനാ, ഞങ്ങൾക്ക് ഇതൊന്നും അറിവുള്ള കാര്യമല്ല. അപ്പോഴത്തേക്കും വേറൊരു ഭാഗം സെർച്ച് ചെയ്യുമ്പോൾ, സാറേ അത് ഞങ്ങളുടെ പഴയ കക്കൂസാണ്, അതൊക്കെ പൊളിഞ്ഞ് കിടക്കുമോ, സാർ വേണമെങ്കിൽ അവിടെ കയറി സെർച്ച് ചെയ്തോ എന്നൊക്കെ നോക്കിയിട്ട് പറയുമ്പം ഈ പറയുന്ന നഹാസിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പായക്കകത്താണ് കൊച്ച് ഒളിച്ചിരിക്കുന്നത്. പക്ഷേ അയാൾ അതൊന്നും കാണുന്നില്ല. അപ്പോഴാണ് കറക്റ്റ് എന്താണ് നമ്മുടെ സത്യമോൾ എൻട്രി. അപ്പോൾ സത്യമോൾ പേടിച്ചവെന്ന്, കാരണം ഞാൻ ഇവിടെ നിർത്തിയിട്ടാണല്ലോ പോയത്, പോലീസ് അകത്തേക്ക് കയറിയല്ലോ, പേടിച്ചു വരുമ്പം ശാന്ത ചേച്ചിയുടെ മുഖഭാവം കാണും മനസ്സിലാവുന്നുണ്ട് ശാന്ത ചേച്ചിയെ ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഒന്നും വേണ്ടതില്ല കുഞ്ഞ്. അപ്പം എന്നാലും ചെറിയ പേടിക്കാൻ നിൽക്കുമ്പം മോളുടെ പേരെന്താ, എൻ്റെ പേര് സത്യ, മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ പറയുന്ന പപ്പിയെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മോളെ. പിന്നെ പപ്പി മോൾ ഇന്നലെ രാത്രി എങ്ങനെ വിളിച്ചിട്ടുണ്ടോ, ഇല്ല ഇന്നലെ ഫോൺ വിളിച്ചില്ല. മോൾ എവിടെ വെച്ചാൽ പപ്പി മോളെ അവസാനമായി കണ്ടത്, ക്ലാസ്സിൽ വെച്ച്. ശരി പിന്നെ കണ്ടില്ലേ, പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയില്ലല്ലോ, പിന്നെ എങ്ങനെ കാണാമെന്നൊക്കെ പപ്പിമോളുടെ കാര്യത്തിൽ നല്ല വിവരപൂർവ്വമായിട്ടുള്ള രീതിക്കകത്ത് നല്ല ബുദ്ധിപൂർവ്വമായിട്ട് നമ്മുടെ സത്യമോൾ ഉത്തരം കൊടുക്കുമ്പോൾ നഹാസിന് കൺവിൻസിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ അവരെല്ലാവരും ഓരോ സ്ഥലത്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഓരോ ദിക്കിൽ നിന്ന് ഓരോ വ്യക്തി വന്ന് പറയാം, സാറേ ഇവിടെ ഒന്നും കുഞ്ഞിനെ കാണാനില്ല. അങ്ങനെ ഓരോ ഭാഗം പറയും. സത്യം ചോദിക്കുക, നീ എൻ്റെ കൊച്ചിനെ നാട് കടത്തിയോടി. സത്യമേ നിങ്ങൾ എന്തോ പറയുന്നത്, അമ്മേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഒന്നും കുഞ്ഞില്ല എന്ന്. വിഷ്ണു ഒരേറ്റം സത്യാമ്മയെ കയറി എന്താണ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ഇവരവിടെ നിന്ന് അനങ്ങുന്ന ഒരു പ്രശ്നമില്ല. ഇവിടെ തന്നെ കുഞ്ഞാണ് സാറേ, ഇവക്കറിയാം, ഇവക്കേ അറിയത്തുള്ളൂ എൻ്റെ കൊച്ചു എവിടെയാണെന്ന് ആൾക്കാർ. സാർ ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇടിച്ച് 4 വർത്താനം ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ മണി പോലെ പറയുന്ന പറയുമ്പോൾ അപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഒറ്റൊരു ലക്ഷ്യം മാത്രമേ ഈ സത്യഭാമയുടെ ഹൃദയത്തുള്ളൂ, ഷാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലുണ്ടാവും. എങ്ങോട്ടേക്ക് ഞാൻ പോകുന്ന രീതിക്കകത്ത് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കിയോടി കൊണ്ടുപോകുന്നത്. കാരണം നീ അവിടെ കിടക്കണം, എൻ്റെ മകൻ്റെയും കാർത്തികയുടെയും കല്യാണം കഴിയുന്നവരെ നീ പുറം ലോകം കാണാൻ പാടില്ല. ഈ ഒറ്റ ചിന്തയും കൊണ്ടാണ് സത്യഭാമ മനസ്സിൽ ഷാലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാലിനിക്കാണെങ്കിൽ 1-1.5 കലിയിക്കുക. കാരണം ഈ പാഴാക്കുന്ന സമയം പപ്പിമോൾ അന്വേഷിച്ച് ഇറങ്ങണം. പപ്പിമോൾ എവിടെ പോയി കാണാം, എൻ്റെ കുഞ്ഞ് എവിടെ ആയിരിക്കും എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് ഷാലിനി ഹൃദയം മൊത്തം കുഞ്ഞിനെ കാണാത്ത വിഷം മാത്രമാണ് ഷാലിനിക്കുള്ളത്. ഇവിടെ അതുപോലെ അപ്പോഴാണ് സത്യമോൾ പുറത്ത് കയറുമ്പോൾ വിഷ്ണു സത്യമോളോട് പോയി ചോദിക്കുക, മോളുടെ അടുത്ത് പപ്പിമോൾ എവിടെയെങ്കിലും പോകണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും സ്ഥലം കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നോ, നിങ്ങളടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ബിഗ് ഫ്രണ്ട്. പപ്പിമോൾ നല്ല മിടുക്കിയായിട്ട് ആ കാര്യം ഹാൻഡിൽ ചെയ്തിട്ട് വിഷ്ണുവിൻ്റെ അടുത്തും ആ കള്ളത്തരങ്ങ് പറയാം. അപ്പോൾ വിഷ്ണു അത് കേട്ടങ്ങ് വിശ്വസിക്കുക. ഇനി എവിടെ പോയി കാണാൻ എൻ്റെ കുഞ്ഞ്, ഷാലിനി ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കേണ്ട സമയമാണ്. എന്നിട്ട് അതിനെ പോലും പറ്റാത്ത അമ്മ ഇതൊക്കെ ചെയ്യുന്നല്ലോ വിഷ്ണു ഒരേറ്റ മനസ്സിൽ ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ആ ഒരു പോലീസ് ഓഫീസർ, വിമൻ പോലീസ് ഓഫീസർ അവിടെ എല്ലാം എന്താണ് ആ കോൺസ്റ്റബിൾ അവിടെ എല്ലാം നോക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇവിടെ ചന്ദ്രബോസ് ആണെന്നുണ്ടെങ്കിൽ എടോ താൻ ആ ചായക്കടയിൽ കയറി നോക്കിയോ, ഇനി അത് ഞാൻ പ്രത്യേകം പറയണം. അപ്പോൾ ശാന്താമ്മയുടെ ഹോട്ടൽ നോക്കിയിട്ട് അങ്ങോട്ടേക്കാണ് കാണിച്ചത്. അതേ സമയത്ത് തന്നെ എന്താണ് നമ്മുടെ ശാന്ത ചേച്ചി ആ പായ്ക്കകത്ത് നിന്ന് കൊച്ചിനെ ഒളിപ്പിച്ച് മാറ്റി നേരെ വന്ന് ഹോട്ടലിനകത്താണ് അടുത്ത് ഒളിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഹോട്ടലിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്താണ് ചരുവുണ്ടല്ലോ, ചരുവത്തിൻ്റെ അകത്ത് കുഞ്ഞിനെ കയറ്റിയിട്ട് അതിനെ അവിടെ അടച്ചു വെക്കാനാണ് നോക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ചന്ദ്രബോസിൻ്റെ കണ്ണും ഇതേ പറയുന്ന ശാരദാമ്മയുടെ ചായക്കടയിലേക്ക് വിടുന്നത്. പോലീസ് ഓഫീസറിനൊക്കെ പറയുമോ, അതെ ആ കുടുംബശ്രീ ശാരദയുടെ ചായക്കട ഉണ്ടല്ലോ, ആ ചായക്കട മൊത്തം കയറി അരിച്ച് പറക്കി നോക്കണം അവിടെ കുഞ്ഞുണ്ടോ എന്നുള്ള കാര്യം. അത് ഞാൻ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞാൽ ആ ടീമിനെ അങ്ങോട്ടേക്ക് വിടുന്ന കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് കാണാൻ പോകുന്ന കുടുംബശ്രീ അത് ലേറ്റസ്റ്റ് എപ്പിസോഡ് വരും. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കമൻസ് ഷെയർ ആരും മറക്കണ്ട. ബൈ.